നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 8 ദിവസത്തോളമായുള്ള ഒളിച്ചുകളിയാണ്. പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും എല്ലാം വെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം. അതിനിടയിൽ ഒരു വലിയ പ്രതീക്ഷയായിട്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടിരുന്നത് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും എന്നുള്ളതായിരുന്നിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ, രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ഏതാണ്ട് ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നു. കോടതിയിൽ നിന്ന് ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. അതുമാത്രമല്ല, 2 ഹർജിയായിരുന്നു കൊടുത്തിരുന്നത്. അറസ്റ്റ് തടയണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തേത്. അതും തള്ളിയിരിക്കുകയാണ്. അറസ്റ്റ് ഉടൻ തന്നെ ചെയ്യാം എന്നുള്ള ഒരു ഉത്തരവും കോടതിയിൽ നിന്ന് വരുന്നു. ഇത് മാത്രമല്ല, ഈ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നു. രാഹുലിനെ പുറത്താക്കിയിരിക്കുന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയൊരു തിരിച്ചടിക്ക് നടുവിൽ തന്നെയല്ലേ രാഹുൽ ഉള്ളത്? അതിശക്തമായ തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടം സമൂഹത്തിൽ മാത്രമല്ല, ഇപ്പോൾ കോടതിക്ക് മുന്നിലും തെറ്റുകാരനായിരിക്കുന്നു. കോടതി വളരെ ശക്തമായ ഭാഷയിലാണ് ഈ കേസിൻ്റെ വിധി പറഞ്ഞിരിക്കുന്നത്. രാഹുലിന് മുൻകൂർ ജാമ്യമില്ല എന്ന് മാത്രമല്ല, രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുന്നു. അറസ്റ്റിന് തടസ്സമില്ല. കേരളം ഈ വിധി ഉറ്റുനോക്കുകയായിരുന്നു. കാരണം ഇതിന് പല മാനങ്ങളുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ വിധിക്ക് കോൺഗ്രസ് സംഘടന ഇന്നലെ അടിയന്തരമായി ചില ഉന്നത നേതാക്കളെ വിളിച്ചു ചേർത്തൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ യോഗത്തിലൊരു തീരുമാനമെടുത്തു. കോടതി വിധി എതിരായാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. ഈ കോടതി വിധി വന്ന് നിമിഷങ്ങൾക്കകം KPCC പ്രസിഡന്റ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ ദേശീയ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ രാഹുലിനെതിരെ അതിശക്തമായി പ്രതികരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന് വലിയ പരിഹാസവും വിമർശനങ്ങളുമാണ് രാഹുലിന് ഏൽക്കേണ്ടി വന്നത്. എല്ലാറ്റിനുമൊടുവിൽ കോടതി വിധി കൂടി വരുന്നതോടെ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ, അതും ദുരൂഹമായ ഏതോ സ്ഥലത്ത് ഒളിത്താവളങ്ങളിലൂടെ അലയുന്ന രാഹുൽ എന്ന ആ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ചെറുപ്പക്കാരനെയാണ് നമ്മൾ കാണുന്നത്. ഇത് സ്വയം വരുത്തിവെച്ച ഒരു വിധിയായി കരുതുന്നവരാണ് മലയാളത്തിലധികവും. അതിലപ്പുറം രാഹുലിനെ ഒരു രാഷ്ട്രീയമായി വേട്ടയാടുക ഇടതുപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അവർ അതിൽ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. പക്ഷെ ആ വിജയം ഇടതുപക്ഷം ഇപ്പോൾ നേടിയെങ്കിൽ അത് രാഹുൽ തന്നെ വരുത്തി വെച്ച വിനയാണ്. രാഹുലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത്തരമൊരു വലിയ പതനം നേരിടേണ്ടി വന്നിരിക്കുന്നത്. നമ്മളൊരു പക്ഷേ വിശ്വസിക്കാൻ കഴിയാത്തത്ര, നമുക്കൊക്കെ വിശ്വസിക്കാൻ കഴിയാത്തത്ര തലത്തിലുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. രാഹുൽ പീഡിപ്പിച്ചവരുടെ കഥകൾ, അതിൽ 60കാരിയുണ്ട്, വിദേശങ്ങളിലുള്ളവരുണ്ട്, നിരവധി ചെറുപ്പക്കാരികളുണ്ട്. ഇതിലപ്പുറം കോൺഗ്രസിൻ്റെ ഒരു മുൻ MP-യുടെ മകൾ, അവളെ പ്രണയം ഓഫർ ചെയ്ത് അവർ പിന്നീട് കബളിപ്പിച്ചു എന്ന ആരോപണം. ഇത്രയധികം ആരോപണങ്ങൾ തൊട്ടു മുന്നിൽ ഒരു വലിയ കൂമ്പാരമായി നിൽക്കുമ്പോൾ രാഹുൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ കോടതി നിയമമാണ് പരിശോധിക്കുന്നതെന്നും ആ നിയമത്തിൽ രാഹുലിനെ തളയ്ക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല എന്ന് നിയമവിദഗ്ധർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ 4 പോയിന്റുകളാണ് കോടതി പരിശോധിച്ചത്. ആ 4 പോയിന്റുകളിൽ പ്രതിഭാഗം അഭിഭാഷകൻ വീണു. പ്രോസിക്യൂഷൻ തൻ്റെ വാദമുഖം ഉയർത്തിപ്പിടിക്കാൻ 4 പോയിന്റുകൾ ഉപയോഗിച്ചു. ആ 4 പോയിന്റുകൾ കൊടുവിൽ രാഹുൽ നിലംപൊത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. കഴിഞ്ഞ ദിവസം ഇതുവരെയും എവിടെയും നമ്മൾ ഈ യുവതിയുടെ ചില ഓഡിയോ നമ്മൾ പലയിടത്തായി കേട്ടിരുന്നു. അവർ രാഹുലിനോട് സംസാരിക്കുന്ന ഓഡിയോ, അവർ ചില സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഓഡിയോ, ചില ചാറ്റുകൾ, അങ്ങനെ ഒരുപാട് ഓഡിയോകളൊക്കെ ഈ കേരള സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയായിരുന്നു സൈബർ ഇടത്തിൽ. പക്ഷേ കഴിഞ്ഞ ദിവസം എവിടെയും കേൾക്കാത്ത ഒരു ആരോപണമായിരുന്നു കഴിഞ്ഞ ദിവസം യുവതി കോടതിയെ ധരിപ്പിച്ചത്. അതായത് താൻ ഗർഭഛിദ്ര ഗുളിക കഴിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് രാഹുൽ തന്നെ ഭീഷണിപ്പെടുത്തി. ആ ഒരു സമയത്താണ് തനിക്ക് ആ ഗുളിക കഴിക്കേണ്ടി വന്നത് എന്നുള്ളൊരു വാദം. കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോടതിക്ക് മുന്നിൽ വന്ന 4 തെളിവുകളും 4 വസ്തുതകളുമാണ്. ഈ വസ്തുതകൾ പൂർണ്ണമായി ഖണ്ഡിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല. കോടതി എപ്പോഴും മുന്നിൽ വരുന്ന തെളിവുകളുടെ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിൽ എത്തിച്ചേരുക. ഏറ്റവും അടിസ്ഥാനപരമായി കോടതിക്ക് മുൻപിലുണ്ടായിരുന്ന പ്രശ്നം ഈ രാഹുലും യുവതിയും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം ഒരു സ്വാഭാവിക സൗഹൃദമായിരുന്നുവെന്നും പിന്നീട്
ലൈംഗിക ബന്ധത്തിലേക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് കടന്നതെന്നും ഗർഭധാരണത്തിന് ഉത്തരവാദി താനല്ല എന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വാദിച്ചിരുന്നു. ഇവിടെ ഏറ്റവും ശക്തമായ വാദം നടന്നത് ഗർഭഛിദ്രം സംബന്ധിച്ചാണ്. നിയമപരമായി ഏറ്റവും അപകടം നിൽക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് നിർബന്ധിത ഗർഭഛിദ്രമാണ്. പക്ഷേ ഈ നിർബന്ധിത ഗർഭഛിദ്രം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തി നടത്തിയത് എന്ന് തെളിയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഗർഭഛിദ്രത്തിൻ്റെ വിഷയം വരുമ്പോൾ വസ്തുതാപരമായി അതിനെ ഖണ്ഡിക്കാൻ കഴിയുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ്റെ ആത്മവിശ്വാസം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അത് നിഴലിച്ചിരുന്നു. അവിടെ അവർ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന വാദമുഖം പൂർണ്ണമായും തകർത്തെറിയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത് യുവതിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിലാണ്. യുവതി വെളിപ്പെടുത്തിയത് താൻ ഗർഭിണിയായി ഇരിക്കുന്ന അവസരത്തിൽ, ഗർഭിണിയായിരിക്കുന്ന ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഒരു വനിതാ ജഡ്ജിക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ താൻ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയും ഗർഭഛിദ്രത്തിന് തയ്യാറായില്ല എങ്കിൽ താൻ ഇവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നു. അവിടെ രണ്ട് പ്രശ്നമാണ് യുവതിക്ക് മുന്നിലുള്ള. ഒന്ന്, തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ബയോളജിക്കൽ ഫാദർ ഇത് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. മറുവശത്ത് ഒരു ഗർഭഛിദ്രത്തിന് തയ്യാറായാൽ അയാൾ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല തനിക്കും ഒരു ഭാവി ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ ആ യുവതി പ്രതീക്ഷിച്ച് കാണും. അപ്പോൾ ഇതൊരു നിർബന്ധിത ഗർഭഛിദ്രമാണ് എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മറുവാദവും മറ്റു ഭാഗങ്ങളുമൊക്കെ ഹൈക്കോടതിയിൽ നടക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ വാദമുഖങ്ങളാണ്. പക്ഷേ അവിടെ പ്രോസിക്യൂഷന് തൻ്റെ വാദം പൂർണ്ണമായും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഒന്ന്. രണ്ട്, ഏറ്റവും ശക്തമായി കോടതി പരിശോധിച്ചത് ഈ യുവതിയുടെ മാനസികാവസ്ഥയും ഗർഭഛിദ്രത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ്. അതിന് ഏറെ നിർണായകമായത് ഡോക്ടറുടെ മൊഴിയും ഡോക്ടർ നൽകിയ വിശദീകരണവും തെളിവുകളുമാണ്. യുവതി ഗർഭഛിദ്രത്തിന് വിധേയയായി എന്നും വലിയ ബ്ലീഡിങ്ങിലൂടെയാണ് യുവതിയുടെ ആ കാലഘട്ടം കടന്നുപോയത് എന്നും യുവതി അന്നൊരു മൃതപ്രായ എന്നതുപോലെ തൻ്റെ മുന്നിൽ വന്നുവെന്നും വളരെ ശക്തമായ മൊഴി ഡോക്ടർ നൽകി. അതിലപ്പുറം ഡോക്ടറുടെ വിശദീകരണത്തിൽ യുവതി വീണ്ടും ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതും കോടതി വളരെ ഗൗരവത്തോടെ കണ്ടു. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും അധികം ഈ യുവതിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സ്വാധീനിച്ചത്. മറ്റൊന്ന്, അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ. അതിന് പിന്നിൽ നാടകീയതയും ഗൂഢാലോചനയും ഒക്കെ പ്രതിഭാഗം ആരോപിച്ചിരുന്നു. ബംഗളൂർ സ്വദേശിനിയായ ഒരു യുവതി ഒരു ദിവസം മുൻപ് ഒരു ഇമെയിൽ അയക്കുന്നു. ഒരു ഇമെയിലിൻ്റെ പോലും ഉറവിടം ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു ഇമെയിലിൽ നിന്ന് ഒരു അജ്ഞാത മെയിൽ എന്നതുപോലെ KPCC പ്രസിഡന്റ് ഒരു മെയിൽ വരുന്നു. പക്ഷെ ആ മെയിൽ കിട്ടിയതിന് തൊട്ടു പിന്നാലെ യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില നിർണായക നീക്കങ്ങളിൽ ഏർപ്പെടുന്നു കേരളത്തിൻ്റെ പോലീസ് സംഘം. ഈ യുവതിയുടെ ഒരു കൊച്ചിയിലെ സുഹൃത്ത് വഴിയാണ് ഈ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത്. തുടർന്ന് യുവതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. അപ്പോൾ നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ യുവതിയെ എറണാകുളത്തുള്ള സുഹൃത്ത് അന്വേഷണ സംഘത്തോട് ഈ യുവതിയെക്കുറിച്ച് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിശദീകരണങ്ങളും കഥകളുമൊക്കെ. നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. ആ ഘട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഫോണിൽ ഈ യുവതിയെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ തനിക്ക് പരാതികളൊന്നുമില്ല എന്നാണ് അന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തോട് പറഞ്ഞത്. ഈ യുവതിയുടെ പരാതിയിൽ ഒരുപാട് അവ്യക്തതകളുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും ഈ യുവതിയുടെ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് നമുക്കറിയാം KPCC അധ്യക്ഷൻ തന്നെയാണ്, കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ കോടതി ഇത് വളരെ ഗൗരവത്തോടെ കണ്ടു. സ്വന്തം പാർട്ടി അവർ തന്നെ പോലീസ് മേധാവിക്ക് കൈമാറിയ ഒരു പരാതി, KPCC പോലീസ് മേധാവിക്ക് കൈമാറിയ ഒരു പരാതി, 23കാരുടെ ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തുടർ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനെ വിജയിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചാൽ അയാൾ തെളിവുകൾ നശിപ്പിക്കും. ഇനി ഇയാൾ തന്നെ പീഡിപ്പിച്ച ഇരകൾ പുറത്തേക്ക് വരാൻ ഭയപ്പെടും. ഇത് വല്ലാത്ത ഒരു സന്ദേശം സമൂഹത്തിന് നൽകും എന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തമായി വാദിച്ചു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്നലെ കോടതി പ്രോസിക്യൂഷനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഈ യുവതിയുമായി ബന്ധപ്പെട്ട പരാതി ഏതെങ്കിലും തരത്തിൽ FIR-ലേക്ക് വന്നോ എന്ന് കോടതി ചോദിച്ചു. FIR ഇട്ടു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കോടതി ചോദിക്കുന്നു. പ്രോസിക്യൂഷൻ കുറച്ച് സമയം കൂടി വേണം, അതിൻ്റെ വിശദാംശങ്ങൾ എത്തിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇന്നലെ തന്നെ കോടതിക്ക് മുൻപിൽ എത്തിച്ചു. ഇതാണ് സുപ്രധാനമായ മൂന്നാമത്തെ വസ്തുത.
ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ഗർഭഛിദ്രമാണ്. ഗർഭഛിദ്ര സംഭവത്തിൽ കൂടുതൽ വാഗ്വാദങ്ങളുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭിണിയാക്കിയതാണോ അതോ ഭർത്താവിൽ നിന്നുള്ള ഒരു സ്വാഭാവിക ഭ്രൂണമാണോ? ഇക്കാര്യത്തിലൊക്കെ വലിയ വാദഗതികൾ ഉയർന്നപ്പോൾ പ്രോസിക്യൂഷൻ ഒരു കാര്യം കൂടി കോടതിയെ ബോധിപ്പിച്ചു. ഞങ്ങളുടെ പക്കൽ ഇവരുടെ സംഭാഷണത്തിൻ്റെ പൂർണ്ണ രേഖയുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു ഇന്ന്, അതായത് തൊട്ടടുത്ത ദിവസം, ഇന്നലെ കേസ് വാദിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം അതുകൂടി ഹാജരാക്കാൻ. അങ്ങനെ ഇന്ന് രാവിലെ കോടതി തുറന്നതിന് തൊട്ട് പിന്നാലെ കേസെടുത്തപ്പോൾ ഈ ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം കോടതിക്ക് കൈമാറി. അവിടെ അഭിഭാഷകന്റെ കയ്യിൽ ഈ ശബ്ദരേഖ പൂർണ്ണമായി ഉണ്ടായിരുന്നില്ല. അതും പ്രതിഭാഗത്തിന് വലിയ വീഴ്ചയായി. വളരെ ശാസ്ത്രീയമായാണ് പ്രോസിക്യൂഷനും പോലീസ് സംഘവും ഈ കേസിനെ നേരിട്ടത്. അവർക്കതിനെ വസ്തുതാപരമായി തെളിയിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 3 വസ്തുതകൾ പൂർണ്ണമായും രാഹുലിന് എതിരായി ഭവിച്ചു. 4ാമത് കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ്, രാഷ്ട്രീയ നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു മാതൃകയാക്കി ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിർത്തരുത് എന്ന് ആവശ്യപ്പെടുന്നു. ഈ പൊതുബോധം കോടതിയുടെ മുന്നിൽ അവർ വ്യക്തമാക്കി. അതും കോടതിയെ വല്ലാത്ത തലത്തിൽ സ്വാധീനിച്ചു. കോടതി ശ്രദ്ധിച്ചത് സ്വന്തം പാർട്ടി, കോൺഗ്രസ് പാർട്ടി പോലും കൈവിട്ട, കോൺഗ്രസ് പാർട്ടിയിലെ ഭാരവാഹികൾ പോലും തള്ളിപ്പറഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പാർട്ടിക്ക് നിശ്ചയമുണ്ടാകും എന്ന വസ്തുതാപരമായ ഒരു കണക്കൂട്ടലിൽ കോടതി എത്തി. ചുരുക്കത്തിൽ 4 വസ്തുതാപരമായ പോയിന്റുകളിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തളച്ചിടാനും കോടതിയിൽ വാദമുഖങ്ങൾ വിജയിപ്പിക്കാതിരിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഇതാണ് രാഹുലിന് വന്ന വലിയ വീഴ്ച. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് ഇനിയുള്ള ഏക പോംവഴി ഹൈക്കോടതിക്ക് മുൻപാകെ ശക്തമായ വാദമുഖം ഉയർത്തുക എന്നതാണ്. നിയമവിദഗ്ധരൊക്കെ രാഹുൽ കേസിൽ പറഞ്ഞിരുന്നത് നിയമത്തിൽ രാഹുലിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിലെ ഈ വിധി അക്ഷരാർത്ഥത്തിൽ രാഹുലിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണങ്ങളെയും തച്ചുടയ്ക്കുന്നതാണ്. കാരണം രാഹുലിന് ഇവിടെ വീണുടയുന്നത് സ്വന്തം ഇമേജ് മാത്രമല്ല, രാഷ്ട്രീയ കരിയർ, അതാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അത് പൂർണ്ണമായും ഒരു നിമിഷം കൊണ്ട് പൊട്ടിത്തകർന്ന് പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. കാരണം ഈ വിധി വന്ന നിമിഷങ്ങൾക്കകം KPCCയുടെ അധ്യക്ഷൻ ഇനി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൻ്റെ ഇടനെഞ്ചിനോട് ചേർത്ത് പിടിച്ച നേതാവ് KC വേണുഗോപാൽ തുടർന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടം എന്ന കഥാപാത്രത്തെ വലിച്ചെറിയുന്നു. അപ്പോൾ ഇത് ഒരു സമ്പൂർണ്ണ തകർച്ചയുടെ കാഴ്ചയാണ്. ഇനി ഈ യുവനേതാവിന് എങ്ങനെ കേരള സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ കഴിയും എന്ന ചോദ്യം ശക്തമാകുന്നു. അതിലപ്പുറം രാഹുലിനെ സംബന്ധിച്ച രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കപ്പുറം ജനം മൂക്കത്ത് വിരൽ വയ്ക്കുന്ന വലിയ ആക്ഷേപങ്ങളിലേക്ക് അയാൾ കൂപ്പുകുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പതനം എന്നതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളുമായി ഇപ്പോൾ മാധ്യമങ്ങളിൽ റിനി എന്ന നടിയെപ്പോലുള്ള അനേക കഥാപാത്രങ്ങൾ നിറയുകയാണ്. ഇന്നലെ MA ഷഹനാസ് എന്ന KPCCയുടെ ഒരു ഭാരവാഹി രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതിനിശ്ചിതമായി വിമർശിച്ച് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരുന്നു. അപ്പോൾ സ്ത്രീപക്ഷവാദികൾ, സ്ത്രീ നേതാക്കൾ, സാംസ്കാരിക നായകർ എല്ലാവരും ഒത്തുചേർന്ന് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതിൽ നിന്നും ഇപ്പോൾ ഇവൻ പീഡകനാണ്, ഇവൻ ഒരു ബലാത്സംഗ വീരനാണ്, ഒരു ക്രിമിനൽ സൈക്കോപാത്താണ് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നതിൽ ചെന്നെത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ KPCC വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതായത് കോടതിയിൽ നിന്ന് വിധി വരട്ടെ, വിധി വന്നതിന് ശേഷം രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു സമയവും പോലും തീച്ചൂളയിലായിരുന്നു ആ പാർട്ടി നേതൃത്വം, നേതാക്കൾ എല്ലാവരും. കാരണം അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് വന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് വനിതാ നേതാക്കൾ രാഹുലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിന് മുൻപിൽ ഞങ്ങൾ ഇത് പലതവണ പറഞ്ഞിരുന്നുവെന്ന് ഷഹനാസ് പറയുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ അത് പുച്ഛിച്ചു തള്ളുകയായിരുന്നു. മുൻപ് വരെ ഈ വിഷയത്തിൽ അതിജീവിതയുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരുമ്പോഴും കോൺഗ്രസ് പിടിച്ചു നിന്നത് ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ സ്വന്തം വനിതാ നേതാക്കൾ രംഗത്തേക്ക് വന്നതോടുകൂടി അടപടലം പതറിപ്പോയി. അല്ല, ഇന്നലെ കോൺഗ്രസ് വളരെ പ്രതിസന്ധിയിലായി. കാരണം ഒരു ക്യാൻസർ ബാധിച്ച ഭാഗം എത്രയും പെട്ടെന്ന് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിലേക്ക് ചാടിക്കയറും എന്ന് പറഞ്ഞതുപോലെ രാഹുൽ എന്ന ഈ ഒരു കോൺഗ്രസിൻ്റെ പ്രതിസന്ധി കൂടുതൽ ഭാഗത്തേക്ക് പടർന്നു കയറുന്ന കാഴ്ച MA ഷഹനാസിൻ്റെ വാക്കുകളിലുണ്ട്. കാരണം അവർ ഉന്നം വെച്ചത്
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അടുത്ത നേതാവ് ഷാഫി പറമ്പിലിനെ കൂടിയാണ്. ഷാഫിക്കെതിരെ എം എ ഷഹനാസ് ഉന്നം വെച്ചതിന് തൊട്ടു പിന്നാലെ ചില വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. അടുത്ത ദിവൻ എന്ന് ചിലർ ഷാഫിയുടെ ഫോട്ടോ ഇട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത് കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചു. ഇനി കൂടുതൽ നേതാക്കളിലേക്ക് ഈ ആരോപണങ്ങൾ കത്തിക്കയറിയാൽ അതൊരിക്കലും തങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു തലത്തിലേക്ക് വളരുമെന്ന് അവർ ഭയന്നു. ഇന്നലെ ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് വായിച്ചാൽ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം മറ്റു ചില നേതാക്കളെ കൂടി അവർ ഉന്നമിടുന്നുണ്ട്. കോഴിക്കോട് DCCയിലുള്ളൊരു കഥാപാത്രം, തിരുവനന്തപുരത്തെ ഒരു സംസ്ഥാന നേതാവ്, ഇവരെയൊക്കെ ഉന്നം വെച്ച് കൃത്യമായി ഇരയാക്കപ്പെടുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ഒരുപാട് ദുരിതങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. അവരുടെ ആ സമയം അത് നമുക്ക് സംശയിക്കാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് തൊട്ടു തലേന്നാണ് ഇത്തരം സുപ്രധാന വെളിപ്പെടുത്തലുകളുമായി ചില സ്ത്രീകൾ ഇന്നലെ രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈമിങ്ങിനെയൊക്കെ നമുക്ക് സംശയിക്കാം. രാഹുലിനെ കീഴടക്കി അകത്താക്കുമ്പോൾ മറുവശത്ത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഇതിൽ രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്ന് വ്യക്തമായി അറിയാം. അതിലപ്പുറം രാഹുൽ ചെയ്ത തെറ്റുകൾക്കാണ് അയാൾ കോടതിക്ക് മുൻപിൽ വീണ് ഉടയുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുലിൻ്റെ പതനം മറ്റുള്ളവർ ആഹ്ലാദിക്കുന്നു എങ്കിൽ അതിൽ നമുക്കിനി രാഷ്ട്രീയം കൽപ്പിച്ചിട്ട് കാര്യമില്ല. ഈ വീഴ്ചയിൽ കോൺഗ്രസ് എന്ന സംഘടന തളർന്ന് താഴെ വീഴാതിരിക്കണമെങ്കിൽ അവർ കൂടുതൽ ആർജവം കാട്ടണം. അവരുടെ നിലപാടുകൾക്ക് കൂടുതൽ ഒരു ട്രാൻസ്പെറൻസി വരണം. ഏതായാലും രാഹുലിനെ ഇപ്പോൾ പൂർണ്ണമായും പാർട്ടി കൈവിട്ടിരിക്കുന്നു. നിസ്സഹായനായി നിൽക്കുന്ന രാഹുലിനെ സംബന്ധിച്ച് എല്ലാ ആശ്രയവും അറ്റിരിക്കുന്നു. അയാൾ തന്നെ വരുത്തിവെച്ച വലിയൊരു വിപത്ത് അയാൾക്കുമേൽ ഒരു കെടുതിയായി വീണിരിക്കുന്നു. അയാൾ സ്വയം നിന്ന് കത്തുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. ഒന്ന് തല്ലിക്കെടുത്താൻ പോലും ആർക്കും കഴിയാത്ത അവസ്ഥ. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കോടതി വിധിയുടെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രാഹുലിന് മുൻപിലുള്ള പോംവഴികൾ എന്താണ്? ഇപ്പോൾ അറസ്റ്റിന് പോലും കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് മുൻപ് വന്ന ഒരു വാർത്തയുണ്ട്, അതായത് ഹൊസ്ദുർഗ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലൊക്കെ. ഈ 8 ദിവസത്തെ പോലീസിനെ വട്ടം കറക്കിയ ഒരു ചിത്രവും കൂടി നമ്മൾ കാണണം. അപ്പോൾ അതിനുശേഷമൊക്കെ പോലീസിന്റെ കൈകളിലേക്ക് കിട്ടുമ്പോൾ ഇനി രാഹുലിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇതൊരു സാധാരണ കുറ്റവാളിയല്ല, ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾക്കറിയാവുന്നയാളാണ്, സെലിബ്രിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന് മറ്റു സംസ്ഥാനത്തിലാണെങ്കിലും മറ്റു രാജ്യത്താണെങ്കിലും അത്ര കാലം ഒളിവിലൊന്നും കഴിയാൻ കഴിയില്ല. അതൊരു വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതിലപ്പുറം സമൂഹം അയാൾക്ക് ചുറ്റുമുണ്ട്. അതിൽ ഭാഷാ വ്യത്യാസങ്ങളില്ല, അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുവരെ പലരുടെയും സഹായം രാഹുലിന് ഒളിച്ചോട്ടത്തിന് ലഭിച്ചത് ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ്. ആ ജാമ്യ ഹർജി രാഹുലിന് അനുകൂലമായാൽ അവന് താൽക്കാലികം ആശ്വാസമാകട്ടെ എന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും കരുതിയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എടുത്ത് ഒരു പ്രതിയെ ഒളിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശരിക്കും റിസ്ക് എടുത്ത് വലിയ സ്വാധീനമുള്ളവർ പോലും അയാളെ സഹായിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യതകൾ പെട്ടെന്ന് നിലയ്ക്കും. ഇന്ന് കോടതി വിധിയോടെ അത്തരം സാധ്യതകളൊക്കെ നിലയ്ക്കും. പിന്നീട് രാഹുലിൻ്റെ മുന്നിലുള്ള 2 വഴി, ഒന്ന് ഏറ്റവും സാഹസികമായ വഴി തിരഞ്ഞെടുക്കുക എന്നാണ്. അത് ഹൈക്കോടതി വിധി വരുന്നതുവരെ ഒളിവ് ജീവിതം തുടരുക, അല്ലെങ്കിൽ അയാൾ ഒരു സ്ഥിരം സുകുമാരക്കുറുപ്പിനെ പോലെയൊക്കെ ഒരു പിടികിട്ടാപ്പുള്ളിയായി മാറും. പക്ഷേ ഈ കാലഘട്ടം പോലും കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അങ്ങനെ അയാൾ ഒളിവിൽ താമസിച്ചാൽ. മറ്റൊന്ന്, ഇനി കീഴടങ്ങി പോലീസിൽ പിടികൊടുത്ത് കസ്റ്റഡിയിലേക്ക് പോയി റിമാൻഡിലായി പകരം ഒരു ജാമ്യാപേക്ഷയുമായി നേരെ ഹൈക്കോടതിയെ സമീപിക്കുക, അല്ലെ സെഷൻസ് കോടതിയെ വീണ്ടും സമീപിക്കുക, അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുക. പക്ഷേ ഇവിടെ നിർബന്ധിത ഗർഭഛിദ്രം, ബലാത്സംഗം തുടങ്ങി കടുത്ത വകുപ്പുകളുണ്ട്. ജീവപര്യന്ത ശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തായാൽ നമുക്കറിയാം, ദിലീപിൻ്റെ കേസ് അറിയാം, വളരെ വിവാദങ്ങൾ ഉയർത്തി ദിലീപിൻ്റെ കേസിൽ ഏകദേശം 80 ദിവസങ്ങൾക്ക് ശേഷമാണ് ദിലീപിന് ജാമ്യം അനുവദിച്ചത്. അകത്തായാൽ ഈ കേസിന് കൂടുതൽ മാനം വരും, കൂടുതൽ പരാതിക്കാർ, കൂടുതൽ ഇരകൾ രംഗത്തെത്തും. ഇവിടെ ഒപ്പോണൻ്റായി നിൽക്കുന്നത് ചെറിയ സംവിധാനമല്ല, ഒരു സ്റ്റേറ്റാണ്. അവരുടെ പോലീസ് സംവിധാനം പൂർണ്ണമായി ഒരുമയോടെ നിൽക്കുന്നു ഈ പ്രതിക്ക് എതിരെ. മറുവശത്ത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ ഒരു അനുകൂല പ്രതികരണത്തിന് കിരണം പോലും കിട്ടത്തില്ല. സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് വേണ്ടി വാദിച്ചിരുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ ഇപ്പോൾ തന്നെ അകത്താക്കി. ഇനി ആരെങ്കിലുമൊക്കെ അത്തരം വാദമുഖങ്ങളുമായി ഇറങ്ങിയാൽ അവരും അകത്താകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലേക്ക് രാഹുൽ പതിച്ചിരിക്കുന്നു. അതൊരു വല്ലാത്ത വീഴ്ചയാണ്. നമുക്കിതിൽ മറ്റ് വിശദീകരണങ്ങൾക്കപ്പുറം രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ, രാഹുൽ എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു സമ്പൂർണ്ണ തകർച്ച ഇവിടെ കാണാം. പക്ഷേ ഇവിടെ നിന്ന് അയാൾക്ക് സ്വയം രക്ഷപ്പെടണമെങ്കിൽ ഹൈക്കോടതി വിധി വരെ അയാൾ കാത്തിരിക്കട്ടെ.
ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മുൻകൂർ ജാമ്യ ഹർജി അയാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു പോരാട്ടം ബാക്കി നിൽക്കും. രാഹുൽ തനിച്ചാണ് ഇനിയുള്ള പോരാട്ടം. കാരണം കോൺഗ്രസിൽ നിന്ന് ഇനിയൊരു സഹായവും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതുവരെ സഹായിച്ചിരുന്നവർ പോലും ഇനി രാഹുലിനെ സഹായിക്കാൻ ഒരു മുൻപിൽ ഒരു പോംവഴിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു. എന്തായാലും അയാൾ ചെയ്തു കൂട്ടിയ ചില പിഴവുകളാണ് ഇന്നിപ്പോൾ അയാളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതായത് പൂർണ്ണ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അയാൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പോലും പാലിക്കുന്നതിൽ അയാൾക്ക് പറ്റിയ പിഴവാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ജാമ്യം തള്ളുന്ന ഒരു നീക്കത്തിലേക്ക് പോലും എത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പോലും രാഹുലിനെ പിന്തുണച്ച് കുറച്ചുപേർ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരെയും അടിച്ചമർത്തുന്ന ഒരു നീക്കം പലയിടത്തു നിന്ന് ശക്തമാകുകയാണ്. ഇനി രാഹുലിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. വളരെ നന്ദി.